ആമേൻ. ഏറ്റവും പ്രധാനപ്പെട്ടത് 0 മുതൽ 7 വയസ്സ് വരെയുള്ള സമയമാണ്. ആ സമയത്ത് സന്തോഷം നല്ലതുപോലെ സന്തോഷ കേന്ദ്രം വളർന്നവർ, സന്തോഷത്തിൽ സ്ട്രോങ് ആയിരിക്കുന്നവർ, ജോയ് സ്ട്രോങ് ആയിരിക്കുന്നവർ, അവർക്കൊരു പ്രത്യേകതയുണ്ട്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും, ഏത് കഷ്ടത വന്നാലും, ഏത് ബുദ്ധിമുട്ട് വന്നാലും അവർക്കതിനെ ധൈര്യത്തോട് നേരിടുവാൻ കഴിയും. और 0 से लेकर 7 साल का जो समय होता है बहुत ही खास होता है. उस समय हमारा आनंद का केंद्र मजबूत होता है. जो व्यक्तियों का आनंद का केंद्र मजबूत होता है वो जीवन में कैसी भी समस्या, कैसे भी कठिनाई क्यों ना आए, वो उनका सामना आनंद के साथ करते हैं. 2 യൗവനക്കാരെ എടുക്കുക, മിഡ് 20s-ലായിരിക്കുന്ന 2 യൗവനക്കാരെ എടുക്കുക. അവർക്ക് ഒരു അസൈൻമെന്റ് കൊടുക്കുക, ഒരു ടാസ്ക് കൊടുക്കുക, ഒരു ദൗത്യം കൊടുക്കുക. ഒരു ദൗത്യം 2 ചെറുപ്പക്കാർക്ക് കൊടുക്കുന്നു. അവരോട് പറയുന്നു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് തന്നെ ഒറ്റ ദൗത്യം ചെയ്യുവാൻ വേണ്ടി ഉത്തരവാദിത്വം തരുന്നു. അതിൽ ചിലപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറയും, അയ്യോ ഞാനിതെങ്ങനെ ചെയ്യും, എന്നെ കൊണ്ട് കഴിയത്തില്ലേ, എനിക്കിത് ചെയ്യാൻ കഴിയത്തില്ലേ എന്ന് ഒരു ചെറുപ്പക്കാരൻ പറയുന്നു. മറ്റൊരു ചെറുപ്പക്കാരൻ പറയുന്നു, ഇതിനകത്ത് ഇത്ര വലിയ ബുദ്ധിമുട്ടെന്താ, ഞാനിത് ചെയ്യാം. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 0 to 7 years ഫോർമേറ്റീവ് ഇയേഴ്സിൽ ഒരാളിൻ്റെ ജോയ് സെൻറ്റർ സ്ട്രോങ് ആയി, മറ്റൊരാളിന് ആ സമയത്ത് ജോയ്ക്ക് പകരം ഒത്തിരി സാഡ്നെസ് ലഭിച്ചതിനാൽ, ആന്തരിക മുറിവുകൾ ലഭിച്ചതിനാൽ ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടുവാൻ അവൻ കഴിവില്ലാതിരിക്കുന്നു. ജോയ് സെൻറ്റർ സ്ട്രോങ് ആയ വ്യക്തി ജീവിതത്തിലെ പ്രതിസന്ധികളെ ധൈര്യത്തോടുകൂടെ നേരിടുന്നു. उदाहरण के लिए आप कुछ मिड 20s के 2 बालकों को ले ले, लड़कों को ले ले. वो दोनों लड़कों को एक ही काम दिया है. उनसे कहते हैं कि आप दोनों को ये एक ही काम करना है, लेकिन दोनों के प्रतिक्रिया को आप समझे. एक कहता है कि ये काम ये मुझसे नहीं होगा, मैं ये काम नहीं कर सकता, ये मेरे लिए असंभव है. लेकिन दूसरा व्यक्ति कहता है ये काम ये मैं कर सकता हूँ, मैं ये तो बहुत सरल है, मैं इसको कर सकता हूँ. एक ही काम दोनों व्यक्तियों में 2 भाव को लाए हैं. इसका कारण क्या है? क्योंकि उनके फॉर्मेटिव इयर्स 0 से लेकर 7 साल तक एक व्यक्ति के मन में बहुत चोट पहुंचा है, उसके मन में बहुत डर आया है. इसलिए वो जीवन में जब कठिनाइयों का सामना करते हैं वो डर जाता है. उसको लगता है कि वो कभी वो कार्य को नहीं कर पाएगा. लेकिन दूसरा व्यक्ति, उसके फॉर्मेटिव इयर्स, उसके आनंद का केंद्र बहुत ही मजबूत था, वो आनंद से भरा हुआ था. इसलिए उसके जीवन में जो भी समस्या आते हैं वो ये समझ जाता है कि मैं ये कर सकता हूँ. ഹല്ലേലൂയ. നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ 0 മുതൽ 7 വയസ്സ് വരെയുള്ള ഫോർമേറ്റീവ് ഇയേഴ്സിൽ നിങ്ങളുടെ ജോയ് സെന്റർ സ്ട്രോങ് ആയിട്ടില്ല എങ്കിൽ ഇന്ന് സൗഖ്യം നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും. യേശുവിന് നിങ്ങളുടെ ഇമോഷണൽ സെന്ററിനെ സൗഖ്യമാക്കുവാൻ കഴിയും. ജോയെ വർദ്ധിപ്പിച്ചു തരുവാൻ യേശുവിന് ഇന്ന് കഴിയും. आज बड़ी संभावना है. हो सकता है आपके 0 से लेकर 7 साल वो फॉर्मेटिव इयर्स में आपको दुख आया हो, डर आया हो, लेकिन आपको चिंता करने की जरूरत नहीं. आज यीशु मसीह के द्वारा आपके फॉर्मेटिव इयर्स में जो घटनाएं हुए हैं चंगाई को प्राप्त कर सकते हैं. എങ്ങനെയാണ് ആ സന്തോഷം വർദ്ധിക്കുന്നത്? किस प्रकार से वो आनंद बढ़ सकता है? അതിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് യേശുവിന്റെ സാന്നിധ്യമാണ്. और उसका पीछे का रहस्य यीशु मसीह का उपस्थिति है. ഈ വാക്യം ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. और यूहन्ना के सुसमाचार 16 उसका 22वां पद. യേശു പറയുന്നു, അങ്ങനെ നിങ്ങൾക്കിപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും, ശിഷ്യന്മാരോട് പറയുകയാണ്, അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. उस वचन में लिखा है, उसी प्रकार तुम भी अब जो शोक में है, परंतु मैं तुमसे फिर मिलूंगा और तुम्हारे मन आनंद से भर जाएंगे और तुम्हारा आनंद कोई भी छीन ना लेगा. 24-ാമത്തെ വാക്യം, ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. और 24वां पद, अब तक तुमने मेरे नाम
नाम से कुछ नहीं मांगा, मांगो तो पाओगे ताकि तुम्हारा आनंद पूरा हो जाए. സന്തോഷം വർദ്ധിക്കുന്നതിന്റെ മരുന്നാണ് ഒന്ന് യേശുവിന്റെ സാന്നിധ്യം, രണ്ട് പ്രാർത്ഥന. യേശുവിനോട് ചോദിക്കണം, പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സന്തോഷം പൂർണ്ണമാകുവാൻ പോകുന്നു. अगर आनंद आपको ज्यादा चाहिए, सबसे पहला है यीशु मसीह की उपस्थिति और दूसरा है प्रार्थना. प्रार्थना करें, प्रभु मेरे अंदर और आनंद देकर प्रार्थना करें. ഫിലിപ്പിയ ലേഖനം സന്തോഷത്തിന്റെ ലേഖനമാണ്. 4-ാമത്തെ അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അവിടെയും സന്തോഷത്തിന്റെ രഹസ്യം നമുക്ക് കാണാൻ കഴിയുന്നു. വസ്തുക്കളിൽ സന്തോഷിക്കണമെന്നല്ല പറയുന്നത്, പപ്പായിൽ സന്തോഷിക്കണമെന്നല്ല പറയുന്നത്, മമ്മിയിൽ സന്തോഷിക്കണമെന്നല്ല പറയുന്നത്, വിസയിൽ സന്തോഷിക്കണമെന്നല്ല പറയുന്നത്, പഠിത്തത്തിൽ സന്തോഷിക്കണമെന്നല്ല പറയുന്നത്. പൗലോസ് പറയുന്നത് യേശുക്രിസ്തുവിൽ സന്തോഷിപ്പീൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. फिलिपियों 4 उसका 4 में कहता है, प्रभु में सदा आनंदित करो. मैं फिर से कहता हूँ, आनंदित करो. यहाँ पर नहीं लिखा कि तू अपने माता में, पिता में, भाई में आनंदित करो, लेकिन वचन में लिखा है प्रभु में, यीशु मसीह में तुम आनंदित करो. നമ്മിൽ തലച്ചോറിന്റെ സംവിധാനത്തിൽ തന്നെ ജോയ് ഹോർമോൺസ് ഉണ്ട്, പല ജോയ് ഹോർമോൺസ് ഉണ്ട്. हमारे मस्तिष्क में ही जॉय हॉर्मोन्स हैं. ആക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ജോയ് ഹോർമോൺ ആണ്. ആക്സിറ്റോസിൻ എന്ന് പറയുന്ന ജോയ് ഹോർമോൺ വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ആണ്, ക്ലോസ് റിലേഷൻഷിപ്പ്, ബിലോങ്ങിങ് ഫീലിംഗ് ആണ്, ഷേക്കിംഗ് ഹാൻഡ്സ്, പുട്ട് അവർ ആംസ് അറൗണ്ട് സംവൺസ് ഷോൾഡർ ഓർ ഹഗ്ഗിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ആക്സിറ്റോസിൻ നമ്മിൽ വർദ്ധിക്കുന്നത്. और एक हार्मोन है जो है ऑक्सीटोसिन कहते हैं, जो संबंध से बढ़ता है. आपस के संबंध एक अच्छा रिश्ता से बढ़ सकता है. ഇന്നത്തെ സാഹചര്യത്തിൽ പിശാച് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? കോവിഡിനെ കൊണ്ടുവന്ന് പിശാച് എന്താണ് ചെയ്തിരിക്കുന്നത്? മനുഷ്യനിൽ നിന്ന് അകറ്റി നിർത്തുക. അവന്റെ ലക്ഷ്യം എന്താണ്? ഈ ഭൂമിയിൽ പരമാവധി ആളുകളെ ഡിപ്രസ്ഡ് ആക്കുക. അതുകൊണ്ടാണ് സോഷ്യൽ ഡിസ്റ്റൻസ്. ആരുടെയും അടുത്തു പോകുവാൻ കഴിയത്തില്ല, ആരുടെയും കൈക്ക് പിടിച്ച് കുലുക്കാനൊക്കത്തില്ല, സ്നേഹമുള്ളവരെ കണ്ടൊന്ന് ചുംബിക്കുവാൻ കഴിയത്തില്ല. റിലേഷൻഷിപ്പിനെ മുഴുവൻ ബ്രേക്ക് ചെയ്യുന്നതാണ്. അപ്പന് പോലും കോവിഡ് വന്ന മോന്റെ മുറിക്കകത്ത് കയറാൻ കഴിയത്തില്ല ക്വാറന്റൈൻ സമയത്ത്. आप देखिए आज क्या हो रहा है इस संसार में. शैतान ने मनुष्य को इस रीति में लेकर आया है कि एक दूसरे से मिल नहीं सके. ये कोविड के कारण, डिस्टेंस कीप करने के कारण एक दूसरे के पास, जो जिससे प्यार करता है उसके पास भी जाकर उसको छू नहीं सकता, उसके साथ बैठ नहीं सकता. कोविड आया हुआ बेटा कमरे में है, लेकिन पिता क्वारंटाइन के कारण उस बच्चे के पास नहीं जा सकता. ക്വാറന്റൈനിൽ ഇരുന്നാൽ മതി ഒരുത്തന്റെ ആക്സിറ്റോസിൻ സീറോ ആകാൻ വേണ്ടി. क्वारंटाइन में बैठे तो आपका ऑक्सीटोसिन एक शून्य के चल जाए. ആക്സിറ്റോസിൻ വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ക്ലോസ് റിലേഷൻഷിപ്പ്. മറ്റൊരു ഹോർമോണാണ് സെറട്ടോണിൻ എന്ന് പറയുന്നത്. സെറട്ടോണിൻ വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നല്ല കാര്യം ചെയ്യുക. ഡു ഗുഡ് ടു അതേഴ്സ്, ചാരിറ്റി, ഉപകാരം ചെയ്യുന്നതിലൂടെ നിന്റെ സെറട്ടോണിൻ വർദ്ധിക്കും. और दूसरा एक हार्मोन है सेरोटोनिन. जब आप परोपकार करते हैं, दूसरों के लिए भलाई करते हैं, आपके अंदर उसकी बढ़ोतरी होती है. വേറൊരാളിനെ സഹായിക്കുക, दूसरे एक व्यक्ति का मदद करें. നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ പോലും ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. आप नहीं जानते होंगे, लेकिन आज का दिन ही आप बहुत लोगों का मदद किया है. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ചായ ഉണ്ടാക്കി കൊടുത്തില്ലേ? आप पत्नी लोग अपने पति को अच्छा चाय बना कर दिए. അങ്ങനെ ഓരോ നിലകളിൽ നിങ്ങൾ ആരെയൊക്കെയോ സഹായിച്ചിട്ടുണ്ട്. तो इस प्रकार आप कई लोगों को आज का दिन ही मदद किया है. അങ്ങനെ സഹായിക്കുന്നതിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക. നിങ്ങളിൽ സെറട്ടോണിൻ വർദ്ധിക്കും. ചാരിറ്റി ചെയ്യുവാൻ തുടങ്ങുക, മറ്റുള്ളവരെ സാമ്പത്തികമായി സഹായിക്കുക, വിവിധ നിലകളിൽ സഹായിക്കുക. നിങ്ങളിൽ സെറട്ടോണിൻ വർദ്ധിക്കും. तो आप इस प्रकार की कई सहायता दूसरों को करना शुरू करें, और आप आर्थिक रीति से भी दूसरों की सहायता करें, ताकि आपके सेरोटोनिन बढ़ जाए. എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ജോയ് ഹോർമോൺ ഉണ്ട്. അത് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യണം, ലാഫ്റ്റർ, ചിരിക്കണം. और एक हार्मोन है एंडोर्फिन कर उसके लिए आपको व्यायाम की जरूरत है और हंसने की जरूरत है. ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഹോർമോൺ ഉണ്ട്. അത് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ അക്കംപ്ലിഷ് ഗോൾസ്, നിനക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകണം, നിനക്ക് ചില ജീവിതത്തെക്കുറിച്ച് ചില ഗോൾസ് ഉണ്ടാകണം. ആ ഗോൾസ് നീ അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ ഡോപാമിൻ വർദ്ധിക്കുകയാണ്. और दूसरा एक हार्मोन है जिसको डोपामिन कहते हैं. ये आप जीवन में जब लक्ष्य को पूरा करते हैं, आपकी जो
उद्देश्य को पूरा करते तब उसका बढ़ोतरी होता है। നിങ്ങളൊരു കൃഷിക്കാരനാകുന്നുവെങ്കിൽ ആ കൃഷിയെക്കുറിച്ച് നിങ്ങൾക്ക് ചില ഗോൾസ് ഉണ്ടാകണം. അടുത്ത വർഷം ഇന്ന കാര്യങ്ങൾ കൃഷി ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ഫലമെടുക്കണം. ആ ഗോൾസ് നിങ്ങൾ അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡോപാമൈൻ വർദ്ധിക്കുകയാണ്. अगर आप एक किसान है, खेती करते हैं, तो आपके मन में एक उद्देश्य होना है, लक्ष्य होना है, अगले साल मुझे ये उपज का उत्पन्न करना है. ഡെയിലി ഗോൾസ് നിങ്ങൾക്ക് ഉണ്ടാകണം. ഓരോ ദിവസവും ഇന്ന് ഞങ്ങളുടെ ഗോളാണ് ഇവിടെ വന്ന് പ്രസംഗിക്കുക എന്നുള്ളത്. ഈ ഗോൾ പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ആമേൻ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഡോപാമൈൻ അളവ് വർദ്ധിക്കും. आपको प्रतिदिन लक्ष्य होना है. जैसा आज का लक्ष्य है कि हम आपके बीच में सेवकाई करें. जब ही सेवकाई को पूरा करते हैं हमारे अंदर एक आनंद होता है, डोपामिन बढ़ता है. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സന്തോഷം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ചിരിക്കണം. और सबसे एक मुख्य बात है, अगर आपको आनंद को विकसित करना है, अच्छी तरीके से हंसना है. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. നല്ല തമാശകൾ പറഞ്ഞ് ചിരിക്കണം. अच्छा मजाक सुनकर हंसना है. ഈ വാട്സപ്പിലൊക്കെ വളരെ മോശമായ തമാശകൾ അങ്ങനെയുള്ള ഒരിക്കലും സ്വീകരിക്കരുതേ. ആമേൻ. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നല്ല തമാശകൾ പറഞ്ഞ് ആമേൻ, നല്ല തമാശകൾ പറഞ്ഞ് ചിരിക്കണം. और व्हाट्सएप पे बहुत सारे ऐसे चुटकुले मजाक आते हैं, वो सब आपको नहीं सुनना, लेकिन वचन के अनुसार अच्छे जो चुटकुले हैं उसको सुनना है. ഒരിക്കൽ രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു. दो भाई लोग थे. ആ സഹോദരന്മാരിൽ അവർ രണ്ടുപേരും ഒന്നിച്ച് വളരെ സന്തോഷമായിട്ട് ജീവിച്ചവരാണ്. वो भाई लोग बहुत खुशी से आनंद से एक साथ जी रहे थे. പക്ഷേ ലോകത്തിൽ ആർക്കും ഒരു ഉപകാരം ചെയ്യാത്ത നിലവാരത്തിലുള്ള വല്ല മോശമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നവരായിരുന്നു. लेकिन वो किसी को मदद नहीं करते, दूसरा किसी को भी कुछ भलाई नहीं किया. അതിലൊരു സഹോദരൻ മരിച്ചു. उसमें से एक भाई जो है वो मर गया. മറ്റേ സഹോദരന് വലിയ ദുഃഖമായി. जब दूसरा भाई को बहुत दुख मिला, ആ സഹോദരൻ പാസ്റ്ററുടെ അരികിൽ ചെന്ന് പറഞ്ഞു, और ये जो भाई अपने पास्टर के पास जाकर कहता है, പാസ്റ്ററെ ഫ്യൂണറൽ കങ്കേമമാക്കണം. पास्टर जी जो फ्यूनरल होगा आप बहुत बढ़िया करना. ഞാൻ പാസ്റ്റർക്ക് ഒരു 10 ലക്ഷം രൂപ തരാൻ പോവുകയാണ്. मैं पास्टर आपको 10 लाख रुपए दूंगा. അന്ന് ആ ഫ്യൂണറലിന് പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിക്കണം. आप उस फ्यूनरल में इस प्रकार से आपको प्रचार करना है. എന്റെ സഹോദരൻ ഒരു വിശുദ്ധനായിരുന്നു എന്ന് പ്രസംഗിക്കണം. आप ऐसा प्रचार करना है कि मेरे भाई एक पवित्र व्यक्ति था. പാസ്റ്റർ പറഞ്ഞു, പൈസ ഒന്നും വേണ്ട, ഞാൻ അങ്ങനെ പ്രസംഗിച്ചോളാന്ന് പറഞ്ഞു. तो पास्टर ने कहा मुझे पैसे की जरूरत नहीं है, लेकिन मैं ऐसे ही प्रचार करूंगा. ഫ്യൂണറൽ വന്നു കഴിഞ്ഞപ്പോൾ जब फ्यूनरल हो रहा था, പാസ്റ്റർ എഴുന്നേറ്റ് ഒന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. तो पास्टर इस प्रकार से प्रचार करने लगा. ഈ കിടക്കുന്ന മനുഷ്യൻ ആർക്കും ഒരു ഉപകാരം ചെയ്തിട്ടില്ലാത്തവനാണ്. तो पास्टर ने कहा कि ये जो व्यक्ति जो मरा पड़ा है, ये किसी का भी भलाई नहीं किया. ഞാനുള്ള സത്യം വിളിച്ചു പറയുവാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. मैं यहाँ पर जो सच्चा बात है उसको बोलने के लिए खड़ा हूँ. ഇയാൾ നാട്ടുകാരെ ഉപദ്രവിച്ച മനുഷ്യനാണ്. ये लोगों को अपने समाज में हानि लाया व्यक्ति എല്ലാ है. മോശപ്രവൃത്തികളും ചെയ്ത മനുഷ്യനാണ്. ये व्यक्ति जो है सब बुरे कामों को किया. പിന്നെ ഒരു കാര്യമുണ്ട്, लेकिन एक बात है, ഇയാളുടെ ജീവിച്ചിരിക്കുന്ന സഹോദരനേക്കാളും അയാളുമായിട്ട് ആമേൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അയാളെക്കാട്ടിലും ഇയാളൊരു വിശുദ്ധനാണ്. तो बोला कि लेकिन अभी जो जीवित जो भाई है उसके साथ इसका तुलना करे तो उससे ये व्यक्ति पवित्र है. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ സന്തോഷിക്കണം. इस प्रकार के चुटकुला सुनकर आप ഇത്തരത്തിലുള്ള आनंद നല്ല करना. കാര്യങ്ങൾ കേട്ട് ചിരിക്കണം. इस प्रकार के अच्छे चुटकुलों को सुनकर हंसना है. വീട്ടിലിരുന്ന് ഭാര്യയും മക്കളുമായിട്ട് ഒന്നിച്ചിരുന്ന് ചിരിക്കണം. आपके घर में पत्नी बच्चों के साथ मिलकर हंसना है. നല്ലതുപോലെ ചിരിക്കുകയാണെങ്കിൽ अगर आप अच्छी तरीके से हंसते हैं, നമ്മുടെ മനസ്സിന്റെ രോഗങ്ങളും മാറും, हमारे मन की बीमारी भी हट നമ്മുടെ जाएंगे, ശരീരത്തിന്റെ രോഗങ്ങളും മാറും, हमारे शरीर की बीमारी भी हट जाएगी. നമ്മുടെ ആമേൻ എല്ലാ കേടുകളെയും പരിഹരിക്കുന്ന ഏറ്റവും നല്ല മരുന്നാണ് ലാഫ്റ്റർ. हमारे अंदर आए हुए हर एक जो बुराई है, हर एक जो खेद है, वुंड्स है, उसको मिटाने वाला है हंसी. പല ഇമോഷൻസും നല്ല ഇമോഷൻസും നമ്മുടെ ബ്രെയിനിലെ ചില ഭാഗങ്ങളെ മാത്രമാണ് സ്വാധീനിക്കുന്നത്. कई सारी भावना जो है हमारे मस्तिष्क के कुछ क्षेत्रों को ही छूता है. എന്നാൽ ഈ ചിരി എന്ന് പറയുന്ന ലാഫ്റ്റർ എന്ന് പറയുന്നത് ബ്രെയിനിന്റെ മൾട്ടിപ്പിൾ ഭാഗങ്ങളെ സജീവമാക്കും. लेकिन जब आप हंसते हैं, आपके मस्तिष्क के कई जगहों में उसको क्रियाशील में लाते हैं. ഞാൻ അരുണാചൽ പ്രദേശിൽ കടന്നുപോയി ശുശ്രൂഷിക്കുന്ന സന്ദർഭത്തിൽ മുൻകാലങ്ങളിൽ ആളുകൾ കൂട്ടമായിട്ട് ചിരിക്കുമായിരുന്നു. जब मैं अरुणाचल में जाता हूँ, जो आरंभ के समय में लोग एक साथ पूरे लोग मिलकर
होकर हंसते हैं। ഞാൻ കർത്താവ് എന്നോട് വചനത്തിലൂടെ സംസാരിച്ചു, ഇവരാരും ജീവിതത്തിൽ ചിരിച്ചിട്ടില്ലാത്തവരാണ്, സന്തോഷിച്ചിട്ടില്ലാത്തവരാണ്. അതിനാലാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഞാൻ അവർക്ക് സന്തോഷം കൊടുക്കുന്നത്. तो प्रभु ने मुझे वचन से बातें किया कि ये लोग अपने जीवन में कभी नहीं हंसे, इनके बचपन से इन्होंने कभी भी आनंद का महसूस नहीं किया, इसलिए इन बच्चों को मैं परमेश्वर की मंडली में जब ये है मैं इनको आनंद से भर रहा हूँ। ഒരിക്കൽ ഞാൻ ശുശ്രൂഷിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ഒരു ആത്മസാന്നിധ്യം വെളിപ്പെട്ട ആളുകളെല്ലാം സന്തോഷിക്കുവാൻ തുടങ്ങി, ചിരിക്കുവാൻ തുടങ്ങി. और एक समय में सेवकाई कर रहा था, पवित्र आत्मा की बड़ी एक वहां पे कार्य होता है, लोग सब हंसने लगे. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഒരു പല്ലില്ലാത്ത അമ്മച്ചിയും ചിരിക്കുകയാണ്, എന്ന് പറഞ്ഞു. तो मैंने देखा सामने एक माँ बैठी है जिसका दांत नहीं है और वो भी का करके हंस रही है. എനിക്കൊരു നിയോഗം ഉണ്ടായതുകൊണ്ട് ഞാൻ ആ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി സ്റ്റേജിൽ വന്ന് ഒന്ന് ചിരിക്കാൻ പറഞ്ഞു. तो मुझे ऐसा लगा कि मैं वो माँ को बुलाऊं और मैंने बोला कि माँ जी आप यहाँ स्टेज में आइए, यहाँ रुककर हंसना शुरू അമ്മച്ചി നടന്നു വരുമ്പോഴും ചിരിച്ചോണ്ടാ നടന്നു വരുന്നത്. और वो जब माँ वहाँ से आ रही है, चलते समय भी वो हंसते हंसते आ रही है. സ്റ്റേജിൽ വന്ന് ഇങ്ങനെ പല്ലില്ലാതെ ചിരിക്കുകയാണ്. और वो स्टेज पर खड़ी है, दांत नहीं है, वो हंस रही है. നമുക്കൊക്കെ ഇവിടെ പല്ല് പോയാലും വെപ്പുകല്ല് ലഭിക്കുമല്ലോ, അവർക്ക് അവിടെ ആ സംവിധാനം അന്നുണ്ടായിരുന്നില്ല. हमारे पास यहाँ पर अगर दांत जाते हैं हम नकली दांत लगा सकते हैं, लेकिन वहाँ पर अरुणाचल में ऐसे नहीं है. ഇവിടെ പല്ലില്ലാത്തവരെയും പല്ലുള്ളവരെയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയത്തില്ല. यहाँ पर किसका दांत है किसका दांत नहीं है हम समझ नहीं सकते. ഈ അമ്മച്ചി ചിരിക്കുന്നത് കണ്ടുകൊണ്ട് ഒരു കൊടവയറിന് അവിടെ ഉണ്ടായിരുന്നു, ആ കൊടവയറും ചിരിക്കാൻ തുടങ്ങി. तो ये माँ की जो हंसी है ये देखकर वहाँ पर एक व्यक्ति था जिसका पेट था, तो वो भी हंसने लगा. ആ കൊടവയറും ചിരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കി, വേറെ വയറും ചിരിക്കുകയാണ്. तो मैंने वो व्यक्ति को देखा, ये व्यक्ति खुद हंसता नहीं है, उसका पेट भी हंस रहा है. എനിക്ക് അയാളെ കൂടെ സ്റ്റേജിൽ കൊണ്ടുവരാൻ തോന്നി. ഞാൻ പറഞ്ഞു സഹോദരനോട് ഈ സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞു. അയാളും വന്ന് ചിരിക്കുകയാണ്. അയാൾ ചിരിക്കുമ്പോൾ ആകമാനം കുടഞ്ഞു ചിരിക്കുകയാണ്, വയറും ചിരിച്ചുകൊണ്ടിരിക്കുക. तो मैंने वो भाई से कहा कि आप भी स्टेज में आकर हंसिए, क्योंकि मैंने देखा वो खुद नहीं उसका पेट भी उछलकर हंस रहा है. ഇത് കണ്ടുകൊണ്ട് ഞങ്ങളുടെ ഒരു ചൗക്കീദാർ ഉണ്ടായിരുന്നു പുറകിൽ. ആ ചൗക്കീദാർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ചിരിക്കാൻ തുടങ്ങി. तो हमारे एक चौकीदार थे, मैंने देखा कि हमारे चौकीदार जी भी खड़े होकर हाथों को ताली बजाते हुए हंस रहा. ഞാൻ അയാളുടെ ഡ്രസ്സ് നോക്കിയപ്പോൾ വിചിത്രമായി തോന്നി. ആ സമയത്ത് അയാൾ ഈ മലയാളികൾ ജുബ്ബ ഇടുന്നത് കണ്ടതുകൊണ്ട് അയാൾക്ക് ഒരു ആഗ്രഹം, ജുബ്ബ ഇടുവാൻ വേണ്ടി അയാൾ തയ്യക്കാരൻ്റെ അടുക്ക് പോയിട്ടൊരു ജുബ്ബ തയ്പ്പിച്ചു. तो मैंने जब उनका वेश को देखा मुझे हंसी आया, क्योंकि हमारे जो मालिक हमारे जो चौकीदार जी हैं उन्होंने पिछले दिनों में कोई मलयाली लोग जुब्बा पहनते देखा, तो उनको भी लगा कि वो एक जुब्बा को सिलाए. वो जाकर टेलर के पास से जाकर एक जुब्बा को सिलाया. അവിടുത്തെ തയ്യക്കാർക്ക് ജുബ്ബ ഉണ്ടാക്കാൻ അറിയത്തില്ല. ജുബ്ബ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നൈറ്റി പോലെയായി. ഇതാ ഈ ചൗക്കീദാർ നൈറ്റി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. अभी देखिए वहाँ के लोग जुब्बा कैसे सिलते नहीं मालूम, उन्होंने जब सिला वो नाइटी के जैसे बन गया. अभी ये चौकीदार जी नाइटी पहनकर हंस रहा है. ഞാൻ അയാളെ കൂടെ വിളിച്ച് സ്റ്റേജിൽ നിർത്തി. तो मैंने उनको भी बुलाकर स्टेज में खड़ा किया. പല്ലില്ലാത്ത അമ്മച്ചി ചിരിക്കുകയാണ്. अभी देखिए यहाँ पे जो दांत नहीं है वो माँ हंस रही है, കുടവയറുള്ള മനുഷ്യൻ ചിരിക്കുന്നു, അയാളുടെ വയറും और ചിരിക്കുകയാണ്. पेटू वो व्यक्ति वो भी हंस रहा है, ഒരു ചൗക്കീദാർ നൈറ്റി ഇട്ടുകൊണ്ട് ചിരിക്കുകയാണ്. और जो चौकीदार वो नाइटी पहनकर हंस रहा है. നിങ്ങൾക്ക് ചിന്തിക്കാം പിന്നെ അവിടെ എന്താ സംഭവിച്ചത് എന്ന്. उसके बाद आप सोच सकते हैं वहाँ क्या हुआ. എന്നാൽ അന്ന് പങ്കെടുത്ത 100 കണക്കിന് ആളുകൾ അന്ന് സൗഖ്യമായി. लेकिन उस दिन जो 100 लोग उस मीटिंग में थे, प्रभु ने वो ज्यादा लोग था. बहुत से thousands of people were there. ആമേൻ. എന്നാൽ അതിന്റെ നടുവിൽ നിന്ന് 100 കണക്കിന് ആളുകൾക്ക് സൗഖ്യമുണ്ടായി. बहुत सारे लोग थे, लेकिन उनमें से कुछ प्रतिशत लोग पूरे चंगाई को അവരുടെ മേലെ ഈ സന്തോഷം വന്നപ്പോൾ जब उनके ऊपर वो आनंद आया, പിശാച് കെട്ടിവെച്ച കെട്ടുകൾ മുഴുവൻ പൊട്ടിപ്പോയി. शैतान ने जो बांधा हुआ हर एक बंधन उनके जीवन से टूट गया. നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ സന്തോഷം ആഴത്തിൽ പ്രവേശിക്കുകയാണ്. जब आपके अंदर ये आनंद प्रवेश करता है, ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന നിരാശയുടെ കെട്ടുകൾ പൊട്ടുവാൻ പോകുന്നു. शैतान बांधा हुआ हर एक निराशा का बंधन प्रभु तोड़, ആത്മഹത്യയുടെ കെട്ടുകൾ പൊട്ടാൻ പോകുകയാണ്. वो आत्महत्या की जो सोच है वो बंधन को प्रभु तोड़ रहा है. കുടുംബവഴക്കിന്റെ കെട്ടുകൾ പൊട്ടുവാൻ പോകുന്നു. पारिवारिक संबंध में जो झगड़ा है उसको प्रभु तोड़ रहा है. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. आइए हम मिलकर प्रार्थना करें. ആത്മ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. मैं पवित्र आत्मा की उपस्थिति को महसूस कर रहा ഇവിടെ हूं. കടന്നു വന്നിരിക്കുന്നവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്ന് यहाँ पे जो ആരാധിക്കുക. लोग आए हैं आप खड़े होकर आराधना കരങ്ങൾ അടിച്ച് करें. കർത്താവിന്റെ ദാസൻ നിന്ന് കീബോർഡ് വായിച്ച് അലാർ വഖത്തൽ കരങ്ങൾ അടിച്ച് तालियों को ആരാധിക്കുക. बजाते हुए
आप आराधना करें। ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ പരിശുദ്ധാത്മാവ് തൊടാൻ और പോകുകയാണ്. ये जो आवाज सुन रहे हैं आपको भी प्रभु छू रहा है। പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ കരം നിങ്ങളുടെ മേൽ വരാൻ പോകുന്നു. पवित्र आत्मा के सामर्थी हाथ आपके ऊपर आ പിശാച് നിങ്ങളുടെ रहा है। മനസ്സിൽ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ പൊട്ടുവാൻ പോകുന്നു. शैतान ने जो आपके जीवन को बांध रखा है प्रभु उसको तोड़ रहा ആ है। നിരാശയുടെ കെട്ട് പൊട്ടട്ടെ. वो निराशा का बंधन टूट जाए। ആ നെഗറ്റീവ് ചിന്തകളുടെ കെട്ടുകൾ പൊട്ടട്ടെ. वो नकारात्मक सोच टूट जाए। ആത്മഹത്യാ ചിന്തകൾ പൊട്ടട്ടെ. वो आत्महत्या की सोच टूट जाए। ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന സകല കെട്ടുകളും പൊട്ടട്ടെ. पर जो दुष्ट आत्मा ने बांधा हुआ हर एक बंधन टूट जाए। അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. अन्य भाषा में प्रार्थना करें। ഇപ്പോൾ നിങ്ങളിൽ സന്തോഷം വർദ്ധിക്കട്ടെ. अभी इस समय आनंद आप में विकसित होने पाए। സമാധാനം വർദ്ധിക്കട്ടെ. शांति बढ़ने पाए। ഒരു അത്ഭുതം ഇപ്പോൾ സംഭവിക്കട്ടെ. एक चमत्कार आपके जीवन में होने पाए। ട്യൂമറുകൾ നിങ്ങളെ വിട്ടുപോകട്ടെ. ट्यूमर गायब हो जाए। രോഗബാധകൾ നിങ്ങളെ വിട്ടുപോകട്ടെ. बीमारियों की शक्ति दूर हो जाए। കേടുവന്ന അവയവങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. आपके शरीर में आया हुआ घाव चंगा हो जाए। യേശുക്രിസ്തുവിൻ നാമത്തിൽ ഭവനത്തിന്റെ അകത്തുള്ള അസമാധാനം മാറിപ്പോകട്ടെ. आपके परिवार के अंदर जो अशांति है दूर हो जाए। ഇപ്പോൾ തന്നെ വീട്ടിനകത്തുള്ള സാമ്പത്തിക ഞെരുക്കം മാറിപ്പോകട്ടെ. आपके घर में जो तनाव है आर्थिक तनाव दूर हो जाए। നടക്കാൻ വയ്യാത്തവർ ഇപ്പോൾ ഓടട്ടെ യേശുവിൻ നാമത്തിൽ. जो लोग चल नहीं सकते यीशु मसीह के नाम से चलना शुरू करें। വീൽ ചെയറിലായിരിക്കുന്ന വ്യക്തി ഇപ്പോൾ ചാടി എഴുന്നേൽക്കട്ടെ. वो जो लोग व्हील चेयर में हैं अभी यीशु के नाम में उठ खड़ा हो जाए। യേശുവിൻ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. यीशु मसीह के नाम से चमत्कार होने യേശുവിൻ पाए। നാമത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. यीशु मसीह के नाम से छुटकारा होने पाए। പരിശുദ്ധാത്മാവ് തൊടുന്നു. പരിശുദ്ധാത്മാവ് തൊടുന്നു. പരിശുദ്ധാത്മാവ് തൊടുന്നു. छू रहा है। പരിശുദ്ധാത്മാവ് തൊടുന്നു. പരിശുദ്ധാത്മാവ് തൊടുന്നു. छू रहा है। പരിശുദ്ധാത്മാവ് തൊടുന്നു. पवित्र आत्मा छू रहा है। പരിശുദ്ധാത്മാവിന്റെ തീ നിങ്ങളുടെ മേൽ കത്തട്ടെ. पवित्र आत्मा का आग आपके ऊपर आ रहा है। അഭിഷേകത്തിന്റെ തീ നിങ്ങളുടെ മേൽ കത്തട്ടെ. अभिषेक का आग आपके ऊपर आ रहा है। അന്യഭാഷയിൽ ആരാധിക്കുക. अन्य भाषा में आराधना Thank you, Lord Jesus. Thank you, Lord Jesus. Hallelujah. ഒരുമിച്ച് നമുക്ക് ആ കോറസ് പാടി ദൈവത്തെ സ്തുതിക്കാം. Hallelujah. Hallelujah. Oshola kabar masetan minia kotoro bajan. Hallelujah. Hallelujah. Thank you, Jesus. Asprik me la murbea setanilia bara. Thank you, Jesus. Yasrbini atbila ruhu shala bara. Thank you, Jesus. Thank you, Jesus. Hallelujah. Hallelujah.
Hallelujah. Hallelujah. Hallelujah. Hallelujah. വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ വചനം ശ്രവിച്ച എല്ലാവരെയും അങ്ങിപ്പോൾ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. स्वर्गीय पिता, जितने लोगों ने आपके वचन को सुना है यीशु उन सबको आप छुए। യേശു ക്രിസ്തുവിൻ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. यीशु मसीह के नाम से वो चंगा हो जाए। അവരുടെ ആന്തരിക മുറിവുകൾ സൗഖ്യമാകട്ടെ. उनके आंतरिक घाव चंगा हो जाए। അവരുടെ ശരീരം സൗഖ്യമാകട്ടെ. उनके शरीर चंगा हो जाए। അവരുടെ മനസ്സിലെ ചിന്തകൾ സൗഖ്യമാകട്ടെ. उनके मनों के सोच को चंगा करे। അവരുടെ വികാരങ്ങൾ സൗഖ്യമാകട്ടെ. उनके भावनाओं को चंगा करे। അവരുടെ വികാരങ്ങളുടെ കേന്ദ്രത്തിൽ സന്തോഷം നേതൃസ്ഥാനത്തിലേക്ക് വരട്ടെ. प्रभु उनके प्रमुख भावनाओं में आनंद लेकर आए। അത്ഭുതം കർത്താവ് ചെയ്തതിനായി സ്തോത്രം. बड़े अद्भुत चमत्कार को आप कर रहे, धन्यवाद। യേശു ക്രിസ്തുവിൻ നാമത്തിൽ यीशु मसीह के नाम ഈ से ജനത്തെ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. ये जन को चंगाई को प्राप्त करने के लिए प्रार्थना। അവരുടെ ശരീരങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. उनके शरीर चंगा हो जाए। ട്യൂമറുകൾ അപ്രത്യക്ഷമാകുന്നു. ट्यूमर अभी गायब हो जाए। യേശുവിൻ നാമത്തിൽ സൗഖ്യം സ്വീകരിക്കുക. यीशु मसीह के नाम से चंगाई को स्वीकार करे। ശരീരത്തിന് വന്നിരിക്കുന്ന കേടുകൾ, ആന്തരിക അവയവങ്ങളിൽ വന്നിരിക്കുന്ന കേടുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. शरीर में आए वाली हर एक जो बीमारी है यीशु के नाम से चंगा हो जाए। ശ്വാസകോശത്തിന് വന്നിരിക്കുന്ന കേടുകൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. आपके श्वास लेने में जो दिक्कत है यीशु के नाम से चंगा हो जाए। ലിവറുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. लिवर यीशु के नाम से चंगा हो जाए। രോഗികളെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. यीशु मसीह के नाम से जो लोग बीमार हैं चंगाई को प्राप्त करें। അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. अद्भुत कार्य आप कर रहे, इसके लिए धन्यवाद। സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങേക്ക്. सारी महिमा आदर हम आपको देते हैं യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम से ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളോടൊപ്പമായിരുന്നതിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. God bless you abundantly. आप हमारे साथ अभी तक जुड़े हुए थे। प्रभु बहुतायत से आपको आशीष दे।